കുറച്ച് ദിവസം എനിക്ക് വീഡിയോസൊന്നും ചെയ്യാൻ പറ്റിയില്ല. പനിയായിപ്പോയി. അങ്ങനെ പനിയൊക്കെ പിടിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ മാനസികാവസ്ഥ എന്ന് പറയുന്ന കാര്യം നമ്മുടെ ശാരീരികമായിട്ടുള്ള നമ്മുടെ ആരോഗ്യമായിട്ട് ഭയങ്കര റിലേറ്റഡാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഭയങ്കരമായിട്ട് ടെൻഷനായിട്ടിരിക്കുമ്പോഴത്തേക്കൊക്കെ നിങ്ങൾക്ക് പനി പിടിക്കുന്ന പോലെ ഫീൽ ഉണ്ടാവും. ബോഡി ഭയങ്കരമായിട്ട് ഹീറ്റാവും, എന്ത് ചെയ്യണം, ഹാർട്ട് ബീറ്റ് കൂടുന്നു. ഇതൊക്കെ നമ്മുടെ മൈൻഡ് നമ്മുടെ ബോഡിയായിട്ടുള്ളൊരു കണക്ഷനാണ് ആ കാണുന്നത്. അപ്പോൾ ഇതുകൊണ്ടാണ് ഈ മെൻ്റൽ ഹെൽത്ത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് ആളുകൾ സംസാരിക്കുന്നത്. നമ്മൾ ശരിക്കും നമ്മുടെ മാനസികാരോഗ്യം വളരെ നല്ല രീതിയിൽ സൂക്ഷിക്കേണ്ട സമയമാണിപ്പം. കാര്യം നമുക്ക് ചുറ്റിനും അറിയാം, നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിയാലും അറിയാം, നെഗറ്റീവുകൾ കൊണ്ട് നിറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്. സോ അങ്ങനെ ഒരു സാഹചര്യം നമ്മളായിട്ട് മനഃപൂർവ്വം അവോയ്ഡ് ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അപ്പോൾ ഒന്ന് ആലോചിക്കുക, ദിവസത്തിൽ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന ഒരു ആളാണെങ്കിൽ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എപ്പോഴെങ്കിലും ഒരു നെഗറ്റീവായിട്ടുള്ളൊരു കണ്ടൻറ്റ് വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും അത് നമ്മൾ കാണാൻ പോകാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതിൽ പ്രശ്നം അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകളും വായിക്കാതിരിക്കുന്നതാണ് ഏറ്റവും ബുദ്ധിപരമായിട്ടുള്ള തീരുമാനം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സമാധാനം നമ്മുടെ കയ്യിൽ തന്നെ നിൽക്കും. ഓക്കെ, വെറുതെ നമ്മൾ ഓവർ തിങ്കേഴ്സൊക്കെ ആണെങ്കിൽ പേടിക്കണ്ട, നമ്മുടെ മനസ്സിൽ വെച്ച് തന്നെ നമ്മളിവനെ അങ്ങോട്ട് ആക്ട് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പതുക്കെ ഒഴിവായിക്കോ. ഓക്കെ, അപ്പോൾ ഗുഡ് നൈറ്റ്.